മനസ്സിലാക്കൂ. അപ്പോൾ കാന്തപുരത്തിന് നബി തങ്ങളുമായി വലിയ ബന്ധമാണ് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി വ്യവസ്ഥാപിതമായ നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. കാന്തപുരം ഇടയ്ക്ക് കാന്തപുരത്തിന് തങ്ങളിൽ സ്വപ്നം കാണുന്ന അനവധി ആൾക്കാരുടെ ഒരു കൂട്ടത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല, വളരെ കൗതുകകരമായ സ്വപ്നങ്ങളുടെ കഥകളാണ് വ്യാപകമായി വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. കാന്തപുരവും മർക്കസും എന്ന പേരിൽ പുറത്തിറക്കിയ ഒരു CD-യിൽ പറയുന്ന ആശയം എന്താണെന്നോ, ഒരു ഈക്കക്കാരൻ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. ആൾ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചിട്ട് കുറേ സ്വലാത്ത് വർദ്ധിപ്പിച്ചു. ലാസ്റ്റ് തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നാൽ ആ നീണ്ട ക്യൂ ആണ്, ഒരു വലിയ സൊഫ്. അതിൽ നിന്ന് വരിവരിക്ക് ഇങ്ങനെ പോയി കാണുക, ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുക, കാണുക, പോരാ. അങ്ങനെ ഇയാളെ ഊഴം വന്നു. ആ റൂമിലെത്തി നോക്കുമ്പോൾ ആ വിടർന്ന പുഞ്ചിരിയുമായി കാന്തപുരം അവിടെ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ റസൂലുള്ളാഹിനെ കാണാനല്ലേ സ്വപ്നം കണ്ടത്, ഞാൻ സ്വലാത്ത് ചെയ്യല്ലേ, ഇതെന്താ അത്ഭുതം. കാന്തപുരം പറഞ്ഞു, വിഷമിക്കണ്ട, റസൂറ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട്, പക്ഷെ കാണണമെങ്കിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ്, ഇതാ ടിക്കറ്റ് ഞാൻ നീക്കി തന്നു, അപ്പുറം പോയി കണ്ടു. ഒരു കഥ നിങ്ങൾ തുറന്നു പറഞ്ഞില്ലേ, തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്ത് മനസ്സിലായിട്ടുള്ളതല്ലേ. അയാൾ പറയാം, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശോധിച്ചത്. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സ്വപ്പ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെ ഒഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങേ നടന്ന് ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതിലേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്. ഏത് ഉസ്താദാണുള്ളത്? സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? ഏത് ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ ഏത് ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ ഈ ഗ്രൂപ്പ് വിട്ട സ്വപ്നം കണ്ട ഈക്കക്കാരൻ നേതാവ് ആരാണ് എന്ന് പല തവണ നമ്മൾ പ്രസംഗത്തിൽ ചോദിച്ചു, മറുപടിയില്ല. ആരാണ് നേതാവ്? സ്വപ്നത്തിലൂടെ അറിയിക്കാൻ വേണ്ടി ആമുഖം തയ്യാറാക്കുന്ന ഭാഗമായി കാന്തപുരത്തിന് തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ സത്യത്തിൽ ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് പോലും പോകാൻ ഇടയാക്കുമോ എന്ന് സംശയിപ്പിക്കാവുന്ന തരത്തിലുള്ള കള്ളക്കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കഥ പ്രചരിപ്പിക്കുന്നത്, കാന്തപുരത്തിന്റെ ഒരു അടുത്ത മഹാനായ ഒരാൾക്ക് ചെറിയൊരകൽച്ച, മൂപ്പരോട് അടുത്ത അകൽച്ച തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയൊരകൽച്ച തോന്നിയപ്പോൾ അദ്ദേഹം ഒരു വിട്ടുന്നു, ചെറിയ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അന്ന് രാത്രി സ്വപ്നം കണ്ടു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വപ്നം കണ്ടപ്പോ തങ്ങൾ സ്വപ്നത്തിലാണ് പറയാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഫളീലത്ത് ഇങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖിന്റെ ഫളീലത്ത് ഇങ്ങനെ പറയാ. ഹദീസുണ്ട്, ഞാനിത് സമയം ചുരുക്കുക. അപ്പൊ ഇയാൾ വിചാരിച്ചു, പടച്ചോനെ, ഞാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഫളീലത്ത് എനിക്കൊരു സംശയമല്ലല്ലോ, സ്വർഗ്ഗക്കാരനല്ലേ, മഹാന്റെ തങ്ങൾ എന്നോട് പറയണത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചല്ല തങ്ങൾ ഈ പറയുന്നത്, ഷെയ്ഖ് അബൂബക്കറിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. നോക്കൂ, നിങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു, സ്വപ്ന കഥ. ഉസ്താദിന്റെ അഭിപ്രായത്തിന് എതിരിൽ ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ പണ്ഡിതൻ, ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോടൊന്നും എതിർപ്പല്ല, ചെറിയ അകൽച്ച വന്നു പോയ ഒരാൾ, അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യനുമാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി ഞങ്ങൾ എന്നോട് ഒരു ഹദീസ് ഓതി. ഏതാണ് ഹദീസ്? മാ ഫളല അബൂബക്കർ അലൈക്കും ബികത്സീരി സ്വലാത്തും വലാ സിയാം വലാകിൻ ബിഅംദിൻ ബഖറ ഫീ ഖൽബിഹി ഔ ഉഖ്തിറ ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞ വാക്കാണ്. പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, വിശുദ്ധ ഖുർആനിന്റെ വാക്കൊക്കെ ജാമിയാണ്, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്നോട് റസൂൽ ഓതി തന്ന ഹദീസ് ഇതാണ്.
അബൂബക്കർ നിങ്ങളേക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ടുമല്ല, തന്റെ ഹൃദയം അല്ലാഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ്, അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന ഹദീസ് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു. ഉസ്താദിനോടിന്റെ അഭിപ്രായത്തോട് ഒരു ചെറിയ അകൽച്ച സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂൽ ഓതി കൊടുക്കുന്ന ഹദീസിന്റെ അർത്ഥം പറയുന്ന സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളെക്കാളൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരിന് നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പോ ഒന്നാമത്തെ ഖലീഫ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശുദ്ധമായ ഹദീസ് സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ചല്ല ഇപ്പൊ തങ്ങൾ പറയുന്നത്. ഇത്രമാത്രം വാസ്തവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സാക്ഷാൽ കാന്തപുരത്തെ കുറിച്ചാണ് പറയുന്നത് എന്നത് എത്രമാത്രം അപകടകരമായ വാദമാണ്. കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല, നോക്ക് നിങ്ങൾ ചുമൊന്നും നിൽക്കൂല, അത് പറഞ്ഞാൽ തീരൂല. കാന്തപുരത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു പുതിയ അവതാര പുരുഷനായി അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി തങ്ങളുമായി ആത്മീയമായ ബന്ധമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള നിരവധി കള്ള സ്വപ്ന കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികൾക്കിടയിൽ വ്യാപകമായി നല്ല ആകർഷകമായ വയലിന്റെ ശൈലിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് CD ഇറക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയത് മൂന്നാമത്തൊന്നും എന്താ പറയുന്നോ, കുറച്ചുകൂടി കട്ടിയ, അത് കുണ്ടൂർ ഉസ്താദ് കണ്ട സ്വപ്നമാണ്. അത് കുണ്ടൂർ ഉസ്താദ് കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവകരമായ പ്രശ്നമാണ്. കുണ്ടൂർ ഉസ്താദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്തിന് പോയി. അത് ഭയങ്കര തിരക്കി, എപ്പോഴും തിരക്കാണല്ലോ അവിടെ. ആ മൂപ്പർ പറഞ്ഞു, തങ്ങളെ എനിക്ക് നീ തിരക്കിയിട്ട് ഇങ്ങോട്ട് സിയാറത്തിന് വരാൻ കഴിയില്ല, ഞാൻ ഈ വരില്ല, ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പോക്ക് നിർത്തി. പിന്നെ ഒരിക്കണ്ട് നബി തങ്ങൾ വിളിക്കണേ, നിങ്ങൾ വിചാരിക്കും സ്വപ്നത്തിൽ അത് യഖ്ലത്തൻ, ആൾ പറയുന്നത് യഖ്ലത്തൻ മനാമിൽ ഉറക്കത്തിലല്ല ഉണർച്ചയിൽ തങ്ങൾ എന്നെ സ്വപ്നത്തിൽ വിളിക്കുന്നത്, വരും 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 എന്ന് പറഞ്ഞു. തങ്ങളെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇനി അങ്ങോട്ട് വരില്ല, എനിക്ക് നമ്മളെ അഹദ് ഇങ്ങനല്ലേ ഉടമ്പടി, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, അവിടെ തിരക്കാണ്. അല്ല, നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഇവിടെ, തങ്ങളെക്കാളും വേണ്ടപ്പെട്ട ഒരാൾ മൂപ്പർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ കുണ്ടൂർ ഉസ്താദ് പോയി നോക്കി, ഫഹുനാക അബൂബക്കർ, അപ്പോൾ അവിടെ ഷെയ്ഖ് അബൂബക്കർ ഇരിക്കുകയാണ്. ഇതാണ് ഈ സ്വപ്ന കഥയുടെ ഉള്ളടക്കം. നിങ്ങൾ പരിശോധിച്ച്, നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളല്ലോ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നമ്മുടെ പ്രവർത്തകരെ മാത്രമല്ല, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ നിഷ്കളങ്കരായ ഒരു കൂട്ടം നല്ല പ്രവർത്തകന്മാർ കാന്തപുരം സത്യത്തിന്റെ വിഭാഗമാണ് വിചാരിച്ചു കൂടിയിട്ടുണ്ട്. അത്തരം നിഷ്പക്ഷമതികളായ ആളുകൾ മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് സത്യമാണ്. കുണ്ടൂർ ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ ദൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂല പറഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊല്ലൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഫൗനാക ഷെയ്ഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ റസൂലുള്ളാഹിനെ കണ്ടില്ല. നോക്ക് നിങ്ങൾ, ഈ തരത്തിലുള്ള ഒരുപാട് ബോധപൂർവമായ കള്ളക്കഥകൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് കെട്ടി മെനഞ്ഞുണ്ടാക്കി അത് പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഉറപ്പിച്ച ശേഷമാണ് അവസാനം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലവട്ടം സമ്മതം കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ആരും ചോദിച്ച് സമ്മതം കൊടുത്തില്ല. അവസാനം തങ്ങൾ മതിയെ നേരിട്ട് സമ്മതം കൊടുത്തിട്ടാണ് ഈ മുടി കാന്തപുരത്തിന് കൈമാറുന്നത് എന്ന് അറബിയുടെ പരിഭാഷകനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വ്യക്തമാക്കുന്നു. സംഭവം